അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖൈറിൽ അനാം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യ ഹലാക്കാവകു കാരണമാവിടെങ്കെത്തി 3 വിഷയങ്ങൾ ഞാൻ ഇന്ന് ചർച്ചയാക്കി വന്നുകൊണ്ടുള്ള ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. ഒന്നാമത്തേത് ബഖീൽ കാട്ടേ, രണ്ടാമത്തേത് ദീന് ബുട്ടൊട്ടു അവನು വേനായെങ്കിൽ അവൻ്റെ തടി ചൊന്നെങ്കിൽ നടക്കടേ, മൂന്നാമത്തേത് ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യ അവൻ്റെ സംബന്ധിച്ചിട്ട് അവൻ്റെ തടിയെ സംബന്ധിച്ചിട്ട് അവന് വലിയ ആള് നാണ് നല്ലവണു ചെന്നിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു സാഹചര്യം പണ്ടത് അത് അവൻ്റെ ഹലാക്ക് അവൻ്റെ നാശത്തുക്ക് കാരണമായിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലും. ചില മനുഷ്യന്മാർക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്. നാണാക്കെടുതലെല്ലാം സരി, നാണ് സമ്പൂർണമായ മനുഷ്യ, നക്കെന്തും ಯಾರೋ കൊറോടി മണ്ണില്ല, നാണ് എന്തെങ്കിലും ആക്കുമ്പോൾ 100 പക്ക ആലോചനാക്കിയിട്ടേ ആക്കടേ, നാണ് എൻ്റെ തിങ്കിങ്ങിൽ നാണെടുത്ത തീരുമാനത്തിലൊന്നും തപ്പ് പണ്ടില്ല, നാണിങ്ങനെ ചെന്നിട്ടു സ്വന്തം മോലുദൂതരെ അണമോലുദൂതരെ നൻ്റെ സംബന്ധിച്ചിട്ട് നാണെ പാടിക്കൊണ്ടിരിക്കണക്കത്തെ സ്വഭാവ ചില മനുഷ്യന്മാർക്കുണ്ട്. അങ്ങനെ സംബന്ധിച്ചിട്ടായിട്ട് നബി തങ്ങൾ ചൊന്നരെ ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യ അവൻ്റെ സംബന്ധിച്ചിട്ട് വലിയ നല്ലത് പാടിക്കൊണ്ട് പോകേണ്ടത്, നാണെല്ലാത്തും ഓക്കെ ഐ ആം പെർഫെക്റ്റ് ചെന്നിട്ടു ആ ഒരു ചിന്താഗതിയിൽ പോകേണ്ടത് അവൻ്റെ ഹലാക്ക് കാരണമായിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പാട്ടിത്തണ്ട്. പരിശുദ്ധ ഖുർആൻ സ്പഷ്ടമായിട്ട് ഞങ്ങൾ ചൊല്ലുന്നുണ്ട്, ഫലാ തുസക്കു അൻഫുസക്കും ഹുവ അഅലമു ബിമനിത്തഖാ. അയില തംദഹു അൻഫുസക്കും, നിങ്ങളെ നഫ്സിനെ നിങ്ങളെ തടിരെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങമേ മദ്ഹ് ചൊല്ലണ്ട. ഫല്ലാഹു അഅലമു ബിമൻ യത്തഖീഹി ഹഖ്ഖാ. റിയലി തഖ്വ ഉള്ളങ്ങ, റിയലി നല്ല സ്വഭാവം ഉള്ളങ്ങ, അള്ളാഹുടെ പേടിക്കിടങ്ങ സമ്പൂർണമായ വ്യക്തിങ്ങ ആറിട്ട് പടച്ച റബ്ബു കുന്തുണ്ടു നിങ്ങമേ നിങ്ങളെ ശരീരത്തെ മദ്ഹ് ചൊല്ലണ്ടാണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ ചൊന്നിട്ട് ഓതിയിട്ട് നമുക്ക് പഠിപ്പാട്ടിത്തണ്ട്. ഞങ്ങളെ നഫ്സരെ എപ്പോൾ ബലിയായിട്ട് കാണാമാ, ഞങ്ങളെല്ലാത്തുക്കും ഓക്കേണ്ടി ചൊല്ലാമാ. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് സ്പഷ്ടമായ താക്കീത്തൈറ്റിക്കിട് ഈ ഒരു ആയത്ത് പഠിപ്പാട്ടേ. മാത്രമല്ല ചില മനുഷ്യന്മാർക്ക് സ്വഭാവമുണ്ട്, നാണ് 5 വക്ത് നിസ്കരിക്കിற കള്ളാക്കാണ്ട് നാണ് കിട്ടിയപ്പല്ല പല്ലിക്ക് പോണ്ടേ, നാണ് നല്ലവണ്ണം ചൊല്ലണമെങ്കിൽ എത്ര ഭാവന ചിലമാർക്ക് പണ്ട്. നീ നിസ്കരിച്ച നിസ്കാര സ്വീകരിച്ചിട്ട് അത് റബ്ബ് മാത്രമല്ലേ കൊന്തുണ്ടോ, നീ നിസ്കരിച്ച നിസ്കാരത്തിൽ എത്ര തപ്പ് വന്നിട്ട് ഞങ്ങൾ കൊന്തിക്കട ഇല്ല, പടച്ച റബ്ബ് കയറ്റിക്കട കൊന്തിക്കടെ, ഞങ്ങൾ കൊടുക്കട സ്വതക്ക അല്ലെങ്കിൽ ഞങ്ങൾക്കടെ നല്ല കാര്യങ്ങൾ പടച്ച റബ്ബ് സ്വീകരിച്ചില്ല ഉണ്ടായെങ്കിൽ അത് പുള്ളുടെ വിലയില്ല, കവട കാസിലെ കിമ്മത്ത് പോലും ഇല്ലാണ്ട് ിക്കടല്ലേ ഞങ്ങൾ മനസ്സിലാക്കണേ. അതേ സമയത്ത് ഞങ്ങൾ ആക്കിയ ഏത് സ്വരവും അത് പെർഫെക്റ്റായിട്ട് ചൊല്ലിട്ട് വ്യാരമേ ഞങ്ങൾക്ക് തീരാം. അത് എപ്പോൾ പണ്ട് ചൊന്നുണ്ടായെങ്കിൽ ഞങ്ങൾ ശരി ഐ എം ഓക്കെ ചൊന്നിട്ട് എപ്പം ഞങ്ങളെ മനസ്സിൽ ഭാവന പണ്ട അപ്പയിട്ടിക്കടി ഇങ്ങനത്തെ ഒരു സ്വഭാവം പണ്ടേ. മാത്രമല്ല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ ഒരു ഹദീസിൽ ചൊല്ലു, മൻ ഖാല ഇന്നി ഖൈറുൻ നാസി ഫഹുവ മിൻ ശർരി നാസി. നാണ് മനുഷ്യന്മാരിൽ വെച്ചിട്ട് നല്ല ആളുണ്ട് എപ്പോൾ ഓർത്ത് ചൊല്ല, നാണ് മനുഷ്യന്മാരിൽ വെച്ചിട്ട് ഹൈറായ ആളുണ്ട് ഓർത്ത് ചൊല്ല. അവണേറ്റിക്കിട് റിയലി ഷർറ് അവൻ്റെ കൊണ്ടേറ്റിക്കിട് എപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവിടെ. അതേ സമയത്ത് പിന്നർത്ത അമങ്കാല ഇന്നി ഫിൽ ജന്നത്തി ഫഹുവ ഫിന്നാറ്. നാണ് നല്ല നിസ്കാരം നിസ്കരിക്കുക, നാണ് ഖുർആൻ ഓതുക, നാണ് ആറ് ഉപദ്രാക്കാത്തവണു, അതുകൊണ്ട് നാണ് സ്വർഗത്ത് പോകണ്ടേ ചെന്നിട്ട് ഓർത്ത കൊണ്ട് നടന്നുണ്ടായെങ്കിൽ ചൊന്നുകൊണ്ട് നടന്നിട്ടായെങ്കിൽ ഫഹുവ ഫിന്നാറ് ഓണ് വീട്ടത്തിന് നരകത്ത് കയറ്റിക്കുക. കാരണം അവൻ്റെ ശരീരത്തെ ബലിയാക്കിയിട്ട് മനസ്സിൽ വിചാരിച്ച അതുകൊണ്ടേറ്റിക്കിട് അത് അവൻ്റെ ഹലാക്ക് കാരണമായിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പാട്ടിത്തണ്ട്. വേറെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കണ്ടു. ഒരു മനുഷ്യ അവന് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ചന്തത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു വിചാരം ബന്ത്, ഐ ആം ഓക്കെ, ഞാൻ പെർഫെക്റ്റ്, ഞാൻ എല്ലാത്തും ഓക്കെ, നല്ല ഡ്രസ്സ് ഇട്ടേ, ഞാൻ എൻ്റെ സ്വഭാവമെല്ലാം നല്ലത് ഉണ്ട് ഒരുത്തര മനസ്സിൽ വിചാരിച്ചിട്ടാകുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിട്ട ചൊന്തു ആ മനുഷ്യരെ നീನು മുൾങ്ങുകൊണ്ട് ഭൂമിയിട്ട് ചെന്നിട്ടാകുമ്പോൾ ഭൂമി മുൾങ്ങിത്ത് ആ മനുഷ്യ ഖിയാമത്ത് നാളത്തോളോ ആ ഭൂമിയുടെ മുൾങ്ങിയോണ്ടേക്കിട്ട് ഒരു കിതാബിൽ നിങ്ങൾ കാണേണ്ട
ചെയ്യുന്നുണ്ടായെങ്കിൽ അത് സ്വന്തം ശരീരത്തെ വലിയ ആളുകൊണ്ട് വീരിക്കിടത് അള്ളാഹു കൊടുത്ത ശിക്ഷയിട്ടേക്കിട്. മാത്രമല്ല നബി തങ്ങൾ ചൊല്ലു, ഇദാ റഅയ്തുമുൽ മുദ്ദാഹീന ഫഅഹുസ്സു തുറാബ ഫി ഉജൂഇഹിം. സ്വന്തം മദ്ഹ് ചൊല്ലങ്ങ, നാണങ്ങനാക്കിയ നാണിങ്ങനാക്കിയ നന്നാണ് പോയപ്പോൾ നിൻ്റെ അങ്ങ് സ്വീകരിച്ചാറ്, നക്ക് ബെല്ല തന്നാറ്, നിൻ്റെ പലക്കത്ത് അങ്ങ് കബൂലിയത്ത് തന്നാറ്, നക്ക് റെസ്പെക്ട് തന്നാറ്. നാണൊരു വലിയ ആളായത് കൊണ്ടല്ലേ നിൻ്റെ അങ്ങ് സ്വീകരിച്ച്, നിൻ്റെ പലക്കത്ത് അങ്ങൊന്നും മുണ്ടില്ല ചൊന്നിട്ടു സ്വന്തത്തെ മൗലുദോദരങ്കെത്തെ സ്വന്തം കിബർ ചൊന്നിട്ടു നടക്കണമെങ്കെത്തെ ആൽമാരെ നിങ്ങൾ കണ്ടൻട്ടായെങ്കിൽ ഇതാ റഅയ്തുമുൽ മുദ്ദാഹീന, നിങ്ങൾ അങ്ങനെ മുഖത്ത് മണ്ണ് വലിച്ചെറിയറുള്ളൂ ഹബീബായ തങ്ങ പടിപ്പാട്ടി തിന്നുണ്ടായെങ്കിൽ അത്രയും നീചമായൊരു സ്വഭാവം ഇട്ടിക്കിട്, അത്രയും തരം താന്ന അത്രയും ഒരു മോശമായൊരു സ്വഭാവം ഇട്ടിക്കിട് ഒരാൾ ഔണ്ടമേ മദ്ഹ് ചൊല്ലുള്ളൂ. അതുകൊണ്ട് ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി, സ്വന്തം മനസ്സിലെ സ്വന്തം ശരീരത്തെ സ്വന്തം തടിയിലെ വലിയ ആയിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൽമാർക്ക് കഠിനമായ ശിക്ഷ ഇട്ടിക്കിട് മുൻകാലത്ത് അള്ളാഹു കൊടുത്തിരെ, ഇനിയും കിട്ടുന്നത് അങ്ങനെ ഇട്ടിക്കിട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇന്നുണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ള ആൾമാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇന്നുണ്ടായെങ്കിൽ അത് ഇല്ലാണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ആക്കണം, പിന്നെ ഞങ്ങൾ ഒട്ടിങ്ങി ഞങ്ങൾ ഞങ്ങാക്കണം. ഒരു മനുഷ്യരെ മനസ്സിൽ ನಾನು ಸರಿ, ನಾನೇ ದೊಡ್ಡವ, ಐ ಆಮ್ ಬಿಗ್ ചൊല്ലിനെങ്കിൽ തൊരു സ്വഭാവ അവരുടെ ചിന്താഗതി എപ്പോൾ വേണ്ട അവനും അള്ളാഹുടെ അറസത്ത് കാരണമായ ടൈമിലായിട്ടിക്കട അങ്ങനത്തെ ഒരു ചിന്താഗതി വേണ്ടേ. പുറത്ത് അവൻ്റെ മധു ചൊന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കട അവൻ്റെ അപ്പം ഞങ്ങൾ മനസ്സിലാക്കുക അവനും എന്തും അള്ളാഹുടെ ഒരു ശാപ കിട്ടിയത്, അള്ളാഹുടെ ഒരു അറസ അവൻ്റെ മേൽ പോകുന്നവരോ ഇല്ലെങ്കിൽ അവനവൻ്റെ നഫ്സിനെ ബലിയാക്കിയിട്ട് ചിന്തിക്കുകയോ കാരണം സാധ്യമേ ഇല്ലാണ്ടായിട്ടിക്കര്. ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവിടെ ഏതായാലും നല്ല സ്വഭാവത്തോടുകൂടി ജീവിക്കടെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ അള്ളാഹുവേ, ഞങ്ങൾക്ക് വേനായിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഉമ്മ അബ്ബ ഉസ്താദുമാർ പഠിക്കട കാലം മുതൽ ഈ നിമിഷത്തോളം ഞങ്ങൾക്ക് ചോറ് തന്നങ്ങ, കിതാബ് തന്നങ്ങ, ഡ്രസ്സ് തന്നങ്ങ. അർഹമുർ-റഹീമായ അള്ളാഹുവേ, ഞങ്ങൾ ഈ പള്ളിയിൽ പഠിക്കുന്ന ടൈമിലോ ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാർ, അതുപോലെ ബാംഗ്ലൂർ കമ്മിറ്റി രംഗ, ഗൾഫ് കമ്മിറ്റി രംഗ, ഇതൊക്കെ വേനായിട്ട് നല്ലതുപോലെ അധ്വാനിച്ചുകൊണ്ടുള്ളാറ് അള്ളാഹു എല്ലാ ആൾമാർക്കും നീ അർഹമായ സവാബ് കൊടുക്കണേ അല്ല. ഞങ്ങളെ ഈ ഹാദി ഡെയിലി ടോക്ക് ഡെയിലി കേട്ടുകൊണ്ടുള്ള ആൾമാർ, അത് ഷെയർ ആക്കുന്ന ആൾമാർ അള്ളാഹുവേ അങ്ക് നീ സന്തോഷങ്ങളും റാഹത്തും ഇസ്സത്തും കൊടുക്കണേ അല്ലാ. അർഹമുർ-റഹീമായ അള്ളാഹുവേ, ധാരാളം ഉദ്ദേശം കൊണ്ട് ആർക്കു ചെന്ന മുഅ്മിനീങ്ങളുള്ളാർ അള്ളാഹുവേ, പെൺമക്കളെ വിഷയത്തിലും അവകിട്ട വിഷയത്തിലും മക്കളില്ലാത്ത വിഷയത്തിലും അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ തന്നത് ആർക്ക് ചൊന്നുള്ളാർ അള്ളാഹു. ഞങ്ങളെല്ലാ ആൾമാരെ മുറാദ് ഹാസിലാക്കിയിട്ട് അങ്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ ഈ പള്ളിയുടെ പരിസരത്ത് ഒരു മരിച്ചു കിടക്കിടങ്ങ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്ക് നീ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല. മരിച്ചു കിടന്നങ്ങളെ ഖബർ നീ ഖബർ സ്വർഗമാക്കി സന്തോഷിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ